നമസ്കാരം. കേരളത്തിന്റെ സൗന്ദര്യത്തെ മറച്ചുകൊണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ കുറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ യാത്രക്കാർക്ക് അപകടം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല പ്രാവശ്യം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു ഉത്തരവ് നൽകിയിരുന്നു. അതായത് ഒരു ഉത്തരവ് ഹൈക്കോടതി തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് പലതവണ പല പ്രാവശ്യം നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതൊന്നും തന്നെ കേട്ട ഭാവം സംസ്ഥാന സർക്കാർ കാണിച്ചില്ല. കൊല്ലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ദേവൻ രാമചന്ദ്രൻ എത്തിയപ്പോഴാണ് ആദ്യം വഴിനീളെ ഫ്ലെക്സ് ബോർഡുകൾ അദ്ദേഹത്തെ വരവേറ്റത്. ഇത് കണ്ട് രോഷാകുലനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അപ്പോൾ തന്നെ എടുത്തു മാറ്റാനുള്ള ഒരു നിർദ്ദേശം നൽകി. ഒടുവിൽ ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ എത്തിയിട്ട് ഒരു നിർണായകമായ ഒരു ഉത്തരവിട്ടു. അതായത് ഇനി മുതൽ നഗരത്തെ റോഡുകളിൽ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന ഉത്തരവ് സംസ്ഥാന സർക്കാരിന് നൽകി. അതോടുകൂടിയാണ് കോർപ്പറേഷൻ സെക്രട്ടറിമാർ വേഗത്തിൽ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ നീക്കം ചെയ്യാൻ ഒരു വേഗത തുടങ്ങിയത്. നിലവിൽ കോടതിയുടെ വാക്കിന് പുല്ല് വില കൊടുക്കേണ്ടി വന്ന CPM-ന് ഒടുവിൽ വലിയ തുക തന്നെ പിഴയായിട്ട് അടക്കേണ്ടി വന്നു. പിണറായി ഭരിക്കുന്ന സംസ്ഥാനത്തെ സ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമടങ്ങിയ കുറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് തിരുവനന്തപുരം കോർപ്പറേഷൻ 5600 രൂപ പിഴ ഈടാക്കി. പൊതുനിരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന കോടതിയുടെ കർശനമായ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയുടെ കുറ്റൻ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിന് സമീപമാണ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ട് കൂടിയ ബോർഡ് നടപ്പാതയിൽ സ്ഥാപിച്ചത്. CPM അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ബോർഡ് സ്ഥാപിച്ചത്. സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ബോർഡ് മുഖ്യമന്ത്രിക്ക് പുറമെ CPM ജില്ലാ സെക്രട്ടറി DV ജോയ് MLA ചിത്രവും ബോർഡിലുണ്ടായിരുന്നു. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ നിയമമെല്ലാം തന്നെ ലംഘിച്ച് ആ നിയമമെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചത് അത് ഒരു കാരണവശാലും അതിനെ ന്യായീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതിൽ ഒരു തരത്തിലുമുള്ള നീതി ഉണ്ടാകാൻ പാടില്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അധികൃതമായി ഫ്ലെക്സ് സ്ഥാപിച്ചതിന് സംഘടനയുടെ പ്രസിഡന്റ് P ഹണിയെയും പ്രവർത്തകനായ അജയ് കുമാറിനെതിരെ പോലീസ് പ്രതി ചേർത്ത് കേസെടുക്കുകയും ചെയ്തു കണ്ടോൺമെന്റ് പോലീസ്. ഫ്ലെക്സ് സ്ഥാപിച്ചത് പൊതുജനങ്ങൾക്ക് മാർഗ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലാണെന്നും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നടപ്പാത കയ്യേറിയാണ് വലിയ കുറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതും ഇതുമൂലം കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. വിവാദമായതോടെയാണ് ഫ്ലെക്സ് ബോർഡ് നഗരസഭ തന്നെ നീക്കം ചെയ്തത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കോർപ്പറേഷന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി രൂക്ഷമായ വിമർശനം ഈ ഫ്ലെക്സ് ബോർഡിനെതിരെ നടത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നത് അമ്പരപ്പിക്കുന്നുവെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കിയത്. അലങ്കൃത ബോർഡുകളും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ കമ്മീഷൻ അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർണായകമായ ഒരു പരാമർശം നടത്തിയത്. തിരുവനന്തപുരത്ത് കേരളം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എല്ലാ കാലത്തും അതായത് സെക്രട്ടേറിയറ്റിൽ ഒരു ചെറിയൊരു പരിപാടി വന്നാൽ പോലും സെക്രട്ടേറിയറ്റ് കവർ ചെയ്തുകൊണ്ട് വലിയ കുറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹന യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ നിരവധി തരത്തിലുള്ള ഒരു കാറ്റോ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ ഒരു കാറ്റ് വന്നാൽ പോലും ഈ ഫ്ലെക്സ് ബോർഡുകൾ നേരെ വാഹന യാത്രക്കാരുടെയും അല്ലെങ്കിൽ കാൽനട യാത്രക്കാരുടെയും മുന്നിലേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ദേവൻ രാമചന്ദ്രൻ കമ്മീഷൻ ഈ ഫ്ലെക്സ് ബോർഡുകൾ നഗരത്തിൽ കൊണ്ട് വയ്ക്കരുത് എന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.